ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ അച്ചാറാണ്. നോക്കി ഒരു പാത്രത്തിലേക്ക് നാരങ്ങ തട്ടിയിട്ടതിന് ശേഷം നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മൊത്തം വെള്ളം പോയതിന് ശേഷം നാരങ്ങ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിക്കണം. നാരങ്ങ എൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിനകത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ, അതായത് കുറച്ച് തീയിൽ എന്ത് ചെയ്യണം, തിളപ്പിച്ചെടുക്കണം. ഞാനൊരു പരീക്ഷണം നടത്തിയാണ് നാരങ്ങ അച്ചാർ. എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. അത് തിളച്ച് വരട്ടെ. നമ്മൾ നാരങ്ങ ഓഫാക്ക് സിങ്കിലോട്ട്, ഈ സിങ്കിനകത്തെ ഇനി ഇതാണ്ട് ഈ വെള്ളമില്ലേ, നമുക്ക് ഈ വെള്ളം ഒന്ന് ചരിച്ച് കളയാം. ചൂട് വെള്ളം ഒന്ന് ചരിച്ച് കളയാം. കാരണം ഇത് ഈ വെള്ളം ഇനി ആവശ്യമില്ലല്ലോ. ഇത് നാരങ്ങ നല്ലോണം തിളച്ച വെള്ളമല്ലേ. കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പച്ച വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു ചെറിയ ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളതിനാണ്. ഇനി നമുക്കൊന്നുകൂടെ ആറാൻ വയ്ക്കേ. ഇവിടെ ഇരിക്കട്ടെ, ആറട്ടെ. ഇപ്പം നാരങ്ങ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ, ഈ നാരങ്ങ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത്, അതായത് ഈ ഒരു നാരങ്ങയെ തന്നെ 4 പീസാക്കാം. ഇത് നല്ലോണം ഇങ്ങനെ വെന്തതുകൊണ്ട് ഈ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ നീരിങ്ങനെ വരും. ശരിക്കും നീര് വരുന്നത് നല്ലത് തന്നെയാണ്. ഇച്ചിരി പാടാണ്, എന്നാലും നല്ല. നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിക്കാത്ത നാരങ്ങയില്ലേ അച്ചാർ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേ. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ നാരങ്ങ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നല്ലോണം വേവിച്ചപ്പോൾ നല്ലോണം നാരങ്ങയുടെ തൊലി വെന്ത് വിട്ടാൽ, അതുകൊണ്ട് ഞാൻ 4 പീസാക്കാൻ ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ 2 പീസിൻ്റെ ഒരെണ്ണത്തിനകത്ത് 2 പീസ് ഇങ്ങനെ ആക്കി. ആ രീതിയിലാണ് ഇങ്ങനെ ഒരു മുറിയെ 2ആയിട്ട് പീസാക്കി, അങ്ങനെ ആ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിനി ഇത് അടുപ്പിൽ കടുകൊക്കെ പൊട്ടിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ആ നാരങ്ങ അച്ചാർ ആക്കിയെടുക്കാം. കാര്യം ചെയ്ത് നമുക്ക് ഇരുമ്പേട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് തീ കത്തിക്കാം. തീ കുറച്ചിട്ടിട്ട് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് എണ്ണയാണ്, അതായത് നല്ലെണ്ണയാണ് എപ്പോഴും പാചകത്തിന് നല്ലതേ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ അതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, കടുക് നല്ലോണം ഒന്ന് പൊട്ടട്ടെ. കടുക് എല്ലാം പൊട്ടുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാം. ഞാൻ വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. വേണ്ട വെളുത്തുള്ളി, കടുക് പൊട്ടിച്ചത്. ഇനി വെളുത്തുള്ളി ഇടട്ടെ. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരണം. അതുവരെ നമുക്ക് ആ വെളുത്തുള്ളി ചുവന്ന് വരുന്നവരെ അതിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കാൻ നല്ലതാണ്. അങ്ങനെ ചുവന്ന് നല്ല ഭംഗിയായിട്ട് വരണം. എന്നിട്ട് അതിനകത്തേക്ക് വൃത്തിയാക്കി ഒരു കുഞ്ഞു കഷ്ണം കായം ചേർക്കാം. കായം അതിനകത്ത് ആ എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ അതൊന്ന് മൂക്ക്, കായം ഒന്ന് മൂക്ക്. കായം മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അച്ചാറിന്. കാരണം ഞാൻ നാരങ്ങ അച്ചാർ 2-3 തരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു വെറൈറ്റി അച്ചാറാണിത്. ഇത് എനിക്ക് ഈ വിനാഗിരി അധികം ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ നല്ലോണം വേവിച്ചിട്ട്, ഞാനിത് മുമ്പ് ഇട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ഇടുന്നത്. നല്ലോണം മൂത്ത് വരുന്നുണ്ടേ. അപ്പോൾ വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള മസാലയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് എന്തിടാം, മുളക് പൊടി. അത് അവരൊരു ആവശ്യത്തിന്. ഞാനൊരു 5 നാരങ്ങ എടുത്തത്. അപ്പോൾ എൻ്റെ ആ 5 നാരങ്ങയ്ക്ക് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി.
കുറച്ച് ഉലുവ ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്ന ഉലുവപ്പൊടി കുറച്ച്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഏതിനും ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ മാവ് ഒന്ന് നല്ലോണം ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ മുളക് പൊടി ഒന്ന് വേവണം, നല്ലോണം ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം, ഒരു നല്ല നിറമാവുന്നത് വരെ. അപ്പം അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് മാത്രമല്ല അച്ചാർ നല്ല ടേസ്റ്റോടുകൂടി ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഇങ്ങനെ വെള്ളം. ഇനി ഈ വെള്ളം എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം, മാവൊന്ന് തിളയ്ക്കണം, നല്ലോണം തിളച്ച് ഈ വെള്ളം വറ്റണം. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം വറ്റട്ടെ. കാരണം ഇതിന് ഈ വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് വേവിച്ച് കഴിഞ്ഞാൽ ഇതായത് ഈ മസാല ഈ മുളക് പൊടിയുടെയൊക്കെ മിക്സിങ് വേവിച്ച് തന്നെ എടുക്കണം. കാരണം ഈ ഈ നാരങ്ങയ്ക്കകത്ത് അതിൻ്റെ നീരുണ്ട്. അപ്പം ആ നീര് മതി ഇതിന് ചാറൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ നിറം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് മുളക് പൊടി. ഞാൻ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടില്ല, 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വറുക്കുമ്പം ആ നിറം അങ്ങനെ വരുന്നതാണ്. പിന്നെ ഓവർ എണ്ണയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അച്ചാറിലൊക്കെ ഒരുപാട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇതിന് ഉപയോഗിച്ചാൽ മതി, നമ്മളെ ടേസ്റ്റിനനുസരിച്ച്. ഒരുപാട് എണ്ണയും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പലർക്കും പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണയൊക്കെ കുറച്ച്. ഞാൻ എപ്പോഴും അച്ചാറിടുമ്പോൾ എണ്ണ മേളിൽ തെളിയത്തൊന്നുമില്ല. സാധാരണ എൻ്റെ അച്ചാറൊക്കെ ഇതുപോലെ പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് കഴിക്കും. കുറച്ച് 3-4 ദിവസമൊക്കെ ഇത് കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ തീരും. പിന്നെയും ഉണ്ടാക്കും. ഇത് തനി നാടൻ അച്ചാറ്, ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഇനി വെള്ളം പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇടാം. ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പം, കാരണം ആവശ്യത്തിന് ഉപ്പ് എല്ലാവരും അവരവർ ആവശ്യത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. ഓവറായിട്ട് ഉപ്പ് ഇടാണ്ട. ഉപ്പിൻ്റെ അളവൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉപ്പ്. അതുപോലെ മുളക് പൊടിയും അങ്ങനെയാണ്. ഈ നിറം കണ്ട് ഓവർ ഞാൻ മുളക് പൊടി ചേർത്തെന്ന് കരുതണ്ട. ഇത് 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഉലുവപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കൊച്ചുള്ളി, ഈ നമ്മളെ വെളുത്തുള്ളിയില്ലേ, അത് കുറച്ച് ചേർത്തിട്ടുണ്ട് നല്ലോണം. പിന്നെ കായം ഞാൻ വറുത്ത് ഇതിനകത്ത് ഇടും. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് തീ ഇച്ചിരി കൂട്ടിയിട്ട് അതൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെള്ളമൊക്കെ പറ്റി നാരങ്ങ വെച്ചാൽ അത് പറ്റി വന്ന് നല്ലോണം വഴണ്ട് ആയി. ഇനിയിപ്പോൾ ഇത് ഇരുന്ന് ചൂടാറുമ്പം നമുക്ക് ഏതിലെങ്കിലും ഇട്ട് വെക്കാം. ഇതിൻ്റെ നീരൊക്കെ അല്ലെങ്കിൽ മസാലയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഇതിപ്പം വീട്ടിൽ നാളത്തേക്ക് നമ്മൾ ഇട്ട് പിറ്റേന്ന് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇടുന്നതിൻ്റെ പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഇത് നല്ലോണം അഴുകി നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇത് നാടൻ നാരങ്ങ അച്ചാറാണ് നമ്മൾ വീട്ടിലിടുന്നത്. ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കണക്കുള്ള ആ ഒരു ടേസ്റ്റ് അല്ല. അത് ഭയങ്കര ഉപ്പും വിനാഗിരിയൊക്കെ ചേർന്നുകൊണ്ട് വേറെ ടേസ്റ്റാണ്. പക്ഷേ ഇത് സാധാരണ ആ ടേസ്റ്റിന് വ്യത്യാസം കാണും. പക്ഷേ ഇതാണ് സേഫ് ആൻഡ് ഗുണവും ഈ നാരങ്ങ അച്ചാറാണ്. ശരി.